അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കലാകാരന്മാരുടെയും അതുപോലെ തന്നെ കലാകാരികളുടെയും സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. പ്രായഭേദമന്യേ കുട്ടികൾ മുതൽ മുതിർന്ന കലാകാരന്മാർ വരെ ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. അപ്പോൾ ഫെബ്രുവരി 23, 24, 25, 26 ദിവസങ്ങളിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ആദ്യ ദിവസമായ 23-ാം തീയതി ശ്രീ പൂമുള്ളി നാരായണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അദ്ദേഹം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മുഖ്യ രക്ഷാധികാരിയാണ്. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റായ സുരേഷ് ബാബു, അതുപോലെ വാർഡ് മെമ്പർ സജീഷ് കളത്തിലും ഈ ഒരു ഉദ്ഘാടന കർമ്മത്തിന്റെ ഭാഗമാകാൻ വേണ്ടി എത്തിച്ചേരുന്നതാണ്. അതുപോലെ 24-ാം തീയതി ചലച്ചിത്ര ഗാന രചയിതാവ് റഫീഖ് അഹമ്മദ് സാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. നേരം 7 മണി മുതൽ രാത്രി 10 വരെയാണ് പരിപാടികൾ അരങ്ങേറുന്നത്. ഏകദേശം 60ഓളം പരിപാടികളാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് സമയപരിമിതി ഉള്ളത് കാരണം കുറച്ച് പരിപാടികൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി പരിപാടികൾ 23 മുതൽ 26 വരെ നമ്മൾ ക്രമമായി വിന്യസിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ആദ്യമായി നടത്തുന്ന പരിപാടി ആയതുകൊണ്ടും ഞങ്ങൾക്ക് ഇതിലും നന്നായിട്ട് വരും വർഷങ്ങളിൽ കലാസന്ധ്യ മികച്ച രീതിയിൽ നടത്തുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. പുലയംപറമ്പ് ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നടക്കാറുള്ള എല്ലാ കാര്യങ്ങളും അതേപടി തന്നെ ഈ വർഷവും നടക്കും. പ്രത്യേകിച്ചും ക്ഷേത്രവാണിഭം അത് എല്ലാ വർഷവും നടക്കാറുള്ള രീതിയിൽ ക്ഷേത്ര ഗ്രൗണ്ടിൽ തന്നെ തലേ ദിവസം നടക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമായതുകൊണ്ടല്ല, പക്ഷേ ആ ക്ഷേത്രത്തിൽ നടത്താറുള്ള കാര്യങ്ങൾ അതേപടി നടക്കും എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമല്ല നമ്മളിപ്പോൾ ഈ കലാപരിപാടികൾ മുലയംപറമ്പ് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കലാകാരന്മാർ അവരുടെ വൈവിധ്യം തെളിയിക്കപ്പെട്ട ക്ഷേത്ര മൈതാനമാണത്. പക്ഷേ നമ്മുടെ സ്വന്തം നാട്ടിലുള്ള കലാകാരികൾക്കും കലാകാരന്മാർക്കും അവരുടെ കഴിവുകൾ തെളിയിക്കപ്പെടാനുള്ളൊരു അവസരം ഈ ക്ഷേത്ര സംരക്ഷണ സമിതി ഒരുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത.